ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എത്തിയിരിക്കുന്നത് ഇൻക്ലൂഡിങ് സി സി 710 രൂപ കേട്ടോ. ഇൻക്ലൂഡിങ് സി സി 710 വരുന്ന ഒരു 6 എഗ്ലോണിമ കോമ്പോസായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 4 പ്ലാന്റ് വീതമുള്ള കോമ്പോസും 3 പ്ലാന്റ് വീതമുള്ള കോമ്പോസും 2 പ്ലാന്റ് വീതമുള്ള കോമ്പോസൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോംബോ വരുന്നത്. ഫസ്റ്റ് കോംബോയ്ക്ക് അകത്ത് വരുന്നത് നല്ലൊരു റെഡ് നൈറ്റ് സ്പാർക്കിളുടെ നല്ല ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ്. അടുത്തത് വരുന്നത് പിങ്ക് സോഡിൻ്റെയും അഞ്ചുമാനി പിങ്കിൻ്റെയും മിക്സിംഗ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഒരു മ്യൂട്ടേഷൻ പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. ഒരു ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡായിട്ട്. അപ്പോൾ ഈ ഒരു ബുഷി പ്ലാന്റ്. പിന്നെ മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് ഒരു സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റാണ്. നാലാമത് വരുന്നത് എമറാൾഡിൻ്റെയാണ് കേട്ടോ. ഇത് എമറാൾഡിൻ്റെ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ 4 പ്ലാന്റാണ് നമ്മുടെ ഫസ്റ്റത്തെ കോംബോയ്ക്കകത്ത് വരുന്നത്. ഇൻക്ലൂഡിങ് സി സി 710 രൂപ കേട്ടോ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കോംബോ നോക്കുകയാണെങ്കിൽ നല്ലൊരു അഞ്ചുമാനി പിങ്കിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ്. ചൈന റെഡിൻ്റെ ഒരു പ്ലാന്റ്. ചൈന റെഡിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാട്ടോ. നമ്മുടെ പഴയ പ്ലാന്റിൻ്റെ അത്രയ്ക്ക് സൈസ് ഇല്ല കേട്ടോ ഇപ്പോഴത്തെ പ്ലാന്റ്. ആദ്യം വലിയ പ്ലാന്റാണ് സെയിൽ ചെയ്യാറ്. ഇപ്രാവശ്യം സൈസ് കുറവാണ്, കാരണം നമ്മൾ റേറ്റും കുറച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് പിങ്ക് സോഡിൻ്റെ ഒരു പ്ലാന്റ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ബട്ടർഫ്ലൈയുടെ ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ 4 പ്ലാന്റാണ് നമ്മുടെ രണ്ടാമത്തെ കോംബോയ്ക്കകത്ത് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ കോംബോ നോക്കുകയാണെങ്കിൽ 2 പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് മൂന്നാമത്തെ കോംബോ. അപ്പോൾ ഒന്ന് വരുന്നത് റെഡ് എമറാൾഡ്. റെഡ് എമറാൾഡിൻ്റെ ഒരു മദർ പ്ലാന്റ് വിത്ത് ഷൂട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേ 2 ലീഫിലൊരു ഷൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റ്. അല്ല ബുഷി മദർ പ്ലാന്റാണ്. കൂടെ വന്നിരിക്കുന്നത് ടൈഗർ റെഡിൻ്റെ വലിയൊരു മദർ പ്ലാന്റാണ് കേട്ടോ. നല്ല സൈസുള്ള പ്ലാന്റാണ്. ഷൂട്ടെന്ന് പറയുന്നത് ഒരു മദർ പ്ലസ് 1 2 3 ഷൂട്ട്, 2 മീഡിയം സൈസ് ഷൂട്ടും ഒരു ചെറിയ ഷൂട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബുഷി പോട്ട് ടൈഗർ റെഡാണ് നമ്മുടെ മൂന്നാമത്തെ കോംബോയിലൊരു പ്ലാന്റ് കേട്ടോ. 2 ബുഷി പോട്ട്സാണ് നമ്മുടെ മൂന്നാമത്തെ കോംബോയ്ക്കകത്ത് വരുന്നത്. ഇൻക്ലൂഡിങ് സി സി 710 തന്നെ. ഇതാണ് നമ്മുടെ നാലാമത്തെ കോംബോ. നാലാമത്തെ കോംബോയ്ക്കകത്ത് വരുന്ന നല്ല ബുഷി ആയിട്ടുള്ളൊരു ഗ്രീൻ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ്. ഷൂട്ട് വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അടുത്ത് വരുന്നത് ഫയർ റെഡിൻ്റെ നല്ലൊരു പ്ലാന്റ്. നെക്സ്റ്റ് വരുന്നത് ഡാൽമൻഷിൻ്റെ ഒരു പ്ലാന്റ്. അടുത്തത് ക്ലിയോപാട്രയുടെ ഒരു മീഡിയം പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഈ 4 പ്ലാന്റാണ് നമ്മുടെ നാലാമത്തെ കോംബോയ്ക്കകത്ത് വരുന്നത്. ഇനി അഞ്ചാമത്തെ കോംബോ നോക്കുകയാണെങ്കിൽ ഒരു കോബ്രയുടെ ഒരു ബുഷി പ്ലാന്റ്, അഞ്ചുമാനി പിങ്കിൻ്റെ ഒരു പ്ലാന്റ്. അടുത്തത് ഡയമണ്ട് റെഡിൻ്റെ നല്ലൊരു പ്ലാന്റ്. നെക്സ്റ്റ് വരുന്നത് ടൈഗർ റെഡിൻ്റെ ഒരു മീഡിയം പ്ലാന്റാണ് കേട്ടോ. ഈ 4 പ്ലാന്റാണ് നമ്മുടെ അഞ്ചാമത്തെ കോംബോയ്ക്കകത്ത് വരുന്നത്. ഇനി ആറാമത്തെ കോംബോ. ഇതാണ് ലാസ്റ്റത്തെ കോംബോ. ലാസ്റ്റത്തെ കോംബോയ്ക്കകത്ത് 3 നല്ല ബുഷി പ്ലാന്റ്സാണ് വന്നിരിക്കുന്നത്. ഒന്ന് വരുന്നത് റെഡ് വാലൻറ്റൈൻ്റെ പ്ലാന്റാണ് കേട്ടോ. റെഡ് വാലൻറ്റൈൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്. അടുത്ത് വരുന്നത് എഗ്ലോണിമ ട്രൈ കളറിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്. നെക്സ്റ്റ് വരുന്നത് എഗ്ലോണിമ ചൈനയുടെ തന്നെ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ചൈനയുടെ ലീഫിനേക്കാളും കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. തണ്ട് നീളം കൂടിയിട്ട് ലീഫ് സൈസ് കുറഞ്ഞിട്ട് വരുന്നൊരു പ്ലാന്റാണ് കേട്ടോ ചൈനയുടെ പോയിൻ്റ്. അപ്പോൾ ഇതൊരു മദർ പ്ലാന്റ്. ഈ 3 പ്ലാന്റാണ് നമ്മുടെ ലാസ്റ്റത്തെ ആറാമത്തെ കോംബോയ്ക്കകത്ത് വരുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ കോംബോസ്. അപ്പോൾ കോംബോ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മൾ കൊറിയർ അയക്കുന്നത് DTDC കൊറിയർ സർവീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ്. പിന്നെ ഇൻക്ലൂഡിങ് സി സി പറയുന്നത് കേരളത്തിൻ്റെ ഉള്ളിലത്തെ സി സിയാണ്. കേരളത്തിൻ്റെ പുറത്തേക്ക് ആകുമ്പോൾ സി സിയിൽ ചെറിയ ചേഞ്ച് വരും കേട്ടോ. ഓക്കെ, താങ്ക് യു.